ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു വിഷയത്തെക്കുറിച്ചല്ല, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു വിദ്യയെക്കുറിച്ചാണ്. നമ്മളിൽ പലരും എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു പുതിയ തുടക്കം. വെറുതെ ഒരു പുതിയ ശീലം തുടങ്ങുന്നതിനെക്കുറിച്ചോ പതിവ് ദിനചര്യയിൽ ഒരു മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചോ മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ തന്നൊന്ന് റീബൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലോ? നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഹാങ് ആകുമ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാറില്ലേ, അതുപോലെ ഇനി ഒരു കാര്യത്തിലും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുന്നില്ല. ഇത് നടന്നില്ലെങ്കിലോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ തലപൊക്കുന്നേയില്ല. പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും എന്നൊരു ഉറച്ച വിശ്വാസം മാത്രം. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായ അനുഭവമായിരിക്കും അല്ലേ അത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെന്ന പോലെ നമ്മുടെ ഓർമ്മകളെ പൂർണ്ണമായിട്ടും മായ്ച്ചു കളയുന്നതിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു വിദ്യ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഇതുവരെ. മറിച്ച് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചില ചിന്തകളെയും വിശ്വാസങ്ങളെയും നമുക്കിനി ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളെയും മനസ്സുകൊണ്ട് തുടച്ചു മാറ്റുന്നതിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും അറിയാതെ തന്നെ നശിപ്പിക്കുന്ന ചില ചിന്തകളുണ്ട്, ചില വിശ്വാസങ്ങൾ, ചില മുൻധാരണകൾ, നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞ ചില പ്രോഗ്രാമുകൾ. ഇവയെല്ലാം പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കാറുണ്ട്. അവ എങ്ങനെ തുടച്ചു നീക്കാമെന്ന് നോക്കാം. ചെറുപ്പം മുതലേ നമ്മൾ കേട്ടു വളർന്ന കഥകൾ, നമ്മുടെ പരാജയങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും കിട്ടിയ നെഗറ്റീവ് ചിന്തകൾ, ഇതൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഈ പഴയ കാര്യങ്ങളെല്ലാം മറന്നു കളയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ കാര്യമായിരുന്നെങ്കിലോ? നിങ്ങൾ ഇപ്പോൾ ആരാണെന്ന് കരുതുന്നുവോ ആ പഴയ ചിന്തകളെ മായ്ച്ചു കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയായിട്ട് മാറാൻ കഴിയൂ. ഇതിനെക്കുറിച്ചാണ് ഇന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മൈൻഡ് എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം, അനാവശ്യമായ ശബ്ദം എങ്ങനെ ഒഴിവാക്കാം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതിനകം നേടിയെടുത്ത നിങ്ങളിലെ പുതിയ വ്യക്തിയായി എങ്ങനെ മാറാം എന്നതിൻ്റെ കൃത്യമായ വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വെറുതെ വാക്കുകൾ നിറയ്ക്കുന്നില്ല, വെറും പ്രതീക്ഷകൾ നൽകുന്നതുമില്ല. നേരെ കാര്യത്തിലേക്ക് അടക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഒരു പുതിയ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പഴയതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ മാറ്റി എഴുതണം അല്ലേ? അതുപോലെയാണ് നമ്മുടെ മനസ്സും. നമ്മളിൽ മിക്കവരും ജീവിക്കുന്നത് നമ്മൾ പോലും അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ഒരു മെന്റൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. ഇത് നമ്മൾ സ്വയം തിരഞ്ഞെടുത്ത ഒന്നല്ല. നമ്മുടെ ചുറ്റുപാട്, നമ്മൾ വളർന്ന സാഹചര്യം, മാധ്യമങ്ങൾ, നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാർ, എന്തിനേറെ പറയുന്നു നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാരും കുടുംബാംഗങ്ങളും പോലും അറിഞ്ഞോ അറിയാതെയോ ഇത് നമ്മുടെ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ്. നമ്മുടെ ഓർമ്മകളെ മായ്ച്ചു കളയുന്നതിന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പടി എന്താണെന്നറിയാവൂ? നിങ്ങൾ നിങ്ങളുടെ ബോധപൂർവമായ ചിന്തകളിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ്. പലപ്പോഴും നമ്മളൊരു ഓട്ടോ പൈലറ്റിൽ മുന്നോട്ട് പോകുന്നത് പോലെ അല്ലേ? നിങ്ങളുടെ അനുമതിയില്ലാതെ ആരോ എഴുതിയ ചില പ്രോഗ്രാമുകളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഉദാഹരണത്തിന്, പണം സമ്പാദിക്കാൻ ഭയങ്കര പ്രയാസമാണ്, ബന്ധങ്ങൾ എന്നും കഷ്ടപ്പാടാണ്, വഴക്കുകൾ ഉണ്ടാകും, വിജയം കിട്ടണമെങ്കിൽ നല്ല ഭാഗ്യം വേണം എന്നൊക്കെയുള്ള ചിന്തകൾ ഇത്തരം ഡീഫോൾട്ട് വിശ്വാസങ്ങളാണ്. ഈ പഴയ സിസ്റ്റങ്ങളെ മാറ്റിവെക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. എല്ലാം ചോദ്യം ചെയ്യുക. ഒരു കാര്യം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ പോലും ഒരു നിമിഷം നിർത്തി സ്വയം ചോദിക്കുക, ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ വിശ്വാസം എന്നെ സഹായിക്കുന്നുണ്ടോ? ഈ ചോദ്യം മനസ്സിൽ ആവർത്തിക്കുക. വളരെ ആത്മാർത്ഥമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ സന്തോഷത്തോടെ അതിനെ ഡിലീറ്റ് ചെയ്യാനുള്ള സമയമായി. അതിനെതിരെ നിങ്ങൾ പോരാടേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നിങ്ങളുടെ അറ്റൻഷൻ മാറ്റുക മാത്രം മതി. നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഒരു ചെടി വാടിപ്പോകുന്നത് പോലെ ഈ പഴയ ചിന്തകളും പതിയെ ഇല്ലാതാകും. ശ്രദ്ധക്കുറവാണ് ഒരു ചിന്തയെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴി. അതായത്, നമ്മൾ അതിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ എനർജി പതിയെ ഇല്ലാതാകും. ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ഫേസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളുടെ കൂടാരം ഓരോ ഇഷ്ടികയായിട്ട് പൊളിച്ചു മാറ്റുന്നത് പോലെയാണിത്.
ഇതൊരു പക്ഷേ കുറച്ച് വിചിത്രമായി തോന്നിയേക്കാം. ആദ്യമൊക്കെ നിങ്ങൾക്കൊരു അൺസ്റ്റേബിൾ ആയിട്ടൊക്കെ അനുഭവപ്പെടാം, ഒരു ഭിത്തി പൊളിക്കുമ്പോൾ കെട്ടിടത്തിന് ഒരു ഇളക്കം തോന്നുന്നത് പോലെ. പക്ഷെ അത് നല്ലതാണ്, കാരണം നിങ്ങളുടെ പഴയ രൂപം തകരുകയാണെന്നും ഒരു പുതിയ രൂപത്തിന്, പുതിയൊരു ജീവിതത്തിന് വഴിയൊരുക്കുകയാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. പേടിക്കേണ്ട, ഇത് നല്ല മാറ്റത്തിനുള്ള തുടക്കമാണ്. നമ്മുടെ ഓർമ്മകളെ മായ്ച്ചു കളയുക എന്ന് പറയുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് നമ്മളോട് പറയുന്ന വിശ്വാസങ്ങളെ ഇല്ലാതാക്കുക കൂടിയാണ്. നമ്മുടെ ഉള്ളിലെ ഈ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ പലപ്പോഴും യുക്തിയുടെ മുഖംമൂടി അണിഞ്ഞിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ മുന്നിൽ വരുന്നത് ന്യായമായ കാര്യങ്ങളായിട്ടാണ്. റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക, അമിതമായിട്ട് പ്രതീക്ഷിക്കരുത്, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കുകളാണല്ലേ. നമ്മുടെ പല നല്ല സ്വപ്നങ്ങളും ഇതൊക്കെ ഇല്ലാതാക്കിയിട്ടും ഉണ്ടാകും. എന്നാൽ ഒരു സത്യം പറഞ്ഞാൽ, ഒരു റിയലിസ്റ്റിക് വിശ്വാസം എന്നൊന്നില്ല. ഈ ലോകത്ത് ഓരോ വിശ്വാസവും ഒരു തരം ഫിൽട്ടറാണ്. നമ്മൾ കണ്ണട വയ്ക്കാറില്ലേ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം കഠിനവും കഷ്ടപ്പാടുമുള്ളതാണെന്ന് വിശ്വസിക്കുവാണെങ്കിൽ അതിനനുയോജ്യമായ തെളിവുകൾ മാത്രമേ നിങ്ങൾ കാണൂ. വഴക്കുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മാത്രം നിങ്ങളുടെ കണ്ണിൽപ്പെടും. എന്നാൽ നിങ്ങൾ ഭാഗ്യവാനാണെന്നും ജീവിതം നിങ്ങൾക്ക് അനുകൂലമാണെന്നും എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾ കണ്ടെത്തുക. അവസരങ്ങളും നല്ല മനുഷ്യരും സന്തോഷവും നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. ഈ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ ഒഴിവാക്കാൻ നിങ്ങൾ അവയുമായി തർക്കിക്കരുത്. എനിക്കത് പറ്റില്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുമ്പോൾ അതിനോട് തർക്കിച്ച് സമയം കളയരുത്. പകരം അവയെ പുതിയ നല്ല വിശ്വാസങ്ങൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കുക. നിങ്ങൾ നല്ല വിശ്വാസങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് പതിയെ അവയെ സ്വന്തമാക്കാൻ തുടങ്ങും. ഞാൻ അവസരങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്കുള്ളതാണ്. എനിക്ക് വേണ്ടതെല്ലാം ഇതിനകം എൻ്റേതാണ്. ഇതൊക്കെ പറയുമ്പോൾ ആദ്യം ഒരു പക്ഷേ കളിയായി തോന്നിയേക്കാം. പക്ഷേ ഇത് നിങ്ങൾക്ക് സാധാരണമാണെന്ന് തോന്നുന്നത് വരെ ആവർത്തിക്കുക. ഇത് സ്വയം കള്ളം പറയുന്നതിനെ കുറിച്ചല്ല, നിങ്ങളുടെ തലച്ചോറിനെ ഒരു പുതിയ സാധാരണ നില പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഒരു പുതിയ ഭാഷ പഠിപ്പിക്കുന്നത് പോലെ. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഒരു ചെറിയ കുട്ടിയെ പോലെ കരുതുക. കുട്ടികളൊക്കെ എങ്ങനെയാ പഠിക്കുന്നത്? ആവർത്തനത്തിലൂടെയും അവരുടെ വികാരങ്ങളിലൂടെയൊക്കെ അല്ലേ. അതുപോലെ നിങ്ങളുടെ പഴയ വഴികൾക്ക് ഇനി പ്രസക്തിയില്ലെന്ന് അതിനെ വീണ്ടും വീണ്ടും കാണിക്കുക. കൂടാതെ നിങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന വിശ്വാസങ്ങളെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അസൂയ, അല്ലെങ്കിൽ ഉത്കണ്ഠ, അല്ലെങ്കിൽ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന സ്വഭാവം. ഈ വികാരങ്ങളെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ചില വിശ്വാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് സ്വയം ചോദിക്കുക, ഈ ഒരു വികാരത്തിന് അർത്ഥമുണ്ടാകാൻ ഞാൻ എന്ത് വിശ്വസിക്കണം? അതാണ് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വിശ്വാസം. അതിനെ വെളിച്ചത്ത് കൊണ്ടുവരിക, അതിനെ പുതിയൊരു നല്ല വിശ്വാസം കൊണ്ട് മാറ്റി സ്ഥാപിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഇതാണ് നമ്മുടെ മൈൻഡ് ക്ലീനിങ് പരിപാടിയുടെ അടുത്ത ഘട്ടം. ഇതൊരു വളരെ ലളിതമായ കാര്യമാണ്, പക്ഷെ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണിത്. നിങ്ങളുടെ ഓർമ്മകളെയും ചിന്തകളെയും മായ്ച്ചു കളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് അനാവശ്യമായ കാര്യങ്ങൾ കൊടുക്കുന്നത് നിർത്തണം. നമ്മുടെ ശരീരത്തിന് ചീത്ത ഭക്ഷണം കഴിക്കുന്നത് പോലെ മനസ്സിന് ചീത്ത ചിന്തകൾ നൽകരുത്. ഓരോ തവണയും നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാടകീയമായ വാർത്തകളിൽ മുഴുകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേണ്ടാത്ത അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ആളുകൾ പലപ്പോഴും നല്ല ഉദ്ദേശത്തോടെ സംസാരിക്കുന്നവരൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ അവരുടെ സംസാരമാണിങ്ങനെ. അവർ പറയും, നീ ഒരു ഭ്രാന്തനാണോ, അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കില്ല, നിനക്കൊരു ബാക്കപ്പ് പ്ലാൻ വേണം എന്നൊക്കെ അവർ പറഞ്ഞേക്കാം. അവരുടെ ഉള്ളിലെ പ്രോഗ്രാമിംഗ് നിന്നാണ് അവരത് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരു പുണ്യസ്ഥലം പോലെ സംരക്ഷിക്കണം. നിങ്ങളുടെ ചിന്തകൾ വിത്തുകളാണ്, നെഗറ്റിവിറ്റി വിഷമാണ്. നല്ല വിത്ത് നല്ല മണ്ണിൽ നട്ടാലേ നല്ല വിളവ് ലഭിക്കൂ. മാധ്യമങ്ങളുടെ കാര്യത്തിലും ഇത് ബാധകമാണ് കേട്ടോ. നിങ്ങൾ കാണുന്ന TV പരിപാടികൾ, സിനിമകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഇവയൊക്കെ നിങ്ങളെ ശക്തരും ശ്രദ്ധാലുക്കളും പ്രതീക്ഷയുള്ളവരുമാക്കുന്നുണ്ടോ? അതോ നിങ്ങളെ ചെറുതും ഒറ്റപ്പെട്ടതുമായി തോന്നിക്കുന്നുണ്ടോ? ഈ ചോദ്യം സ്വയം ചോദിക്കുക. രണ്ടാമത്തേതാണ് ഉത്തരമെങ്കിൽ ഉടൻ തന്നെ അത് ഓഫ് ചെയ്യുക.
നിങ്ങളുടെ മനസ്സിന് നല്ല കാര്യങ്ങൾ മാത്രം നൽകുക. ഒരു മതിൽ കെട്ടി നിങ്ങൾക്ക് ചുറ്റും വ്യക്തതയുടെ ഒരു കുളിർമ ഉണ്ടാക്കുക. ഇത് ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാതെ ജീവിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. മറിച്ച് ലോകത്തിന്റെ ഏത് രൂപത്തെയാണ് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെന്ന് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ്. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ചിലരെല്ലാം വിചാരിക്കാറുണ്ട് ധ്യാനം എന്നാൽ മനസ്സിനെ ശൂന്യമാക്കുന്നതാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കേട്ടോ. ധ്യാനം എന്നത് നിങ്ങളുടെ ശ്രദ്ധയെ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഒരു പരിശീലകൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. ഇവിടെയാണ് നമ്മൾ പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ പുതിയ സോഫ്റ്റ്വെയർ ഇടുന്നത് പോലെ. നിങ്ങൾ വ്യക്തമായ ഉദ്ദേശത്തോടെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജീവിതത്തോട് വെറുതെ പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുകയാണ്, അതിനെ രൂപകൽപ്പന ചെയ്യുകയാണ്. കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്വാസമെടുക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന അനുഭവം കൃത്യമായിട്ട് മനസ്സിൽ കാണുക. ഒരുപാട് ഭാവനയോടെ അത് സങ്കല്പിക്കണം. ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ സംഭവിക്കുന്ന ഒന്നായിട്ടല്ല, മറിച്ച് ഇപ്പോഴും ഇവിടെയും യഥാർത്ഥത്തിൽ നടക്കുന്ന ഒന്നായി അതിനെ കാണുക. അത് ശരിക്കും അനുഭവിക്കുക. വെറുതെ ചിത്രം കാണുക മാത്രമല്ല, ആ ഒരു ഫീലിങ്സ് ഉൾക്കൊള്ളുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് വേണ്ടതെങ്കിൽ ആ പണം നിങ്ങളുടെ കയ്യിലുണ്ടെന്നും ആ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്ന സമാധാനവും ആത്മവിശ്വാസവും ഇപ്പോൾ തന്നെ നിങ്ങൾക്കുണ്ടെന്നും സങ്കല്പിക്കുക. ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് അനുഭവിക്കുക. നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങളാണ് വേണ്ടതെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളോടൊപ്പം ആയിരിക്കുന്നതിൻ്റെ ഊഷ്മളതയും സന്തോഷവും ലാളിത്യവും അനുഭവിക്കുക. ആ ചിന്തയിൽ മുഴുകുക. ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വൈകാരിക അവസ്ഥയെ തന്നെ മാറ്റിമറിക്കും. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് വ്യക്തമായ ഒരു നിർദ്ദേശം നൽകുന്നു. ഇപ്പോൾ ഞാൻ അതാണ് ഇതിലെ മാജിക്. നിങ്ങൾ എന്തെങ്കിലും നേടാൻ ശ്രമിക്കുകയല്ല, മറിച്ച് നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ്. തുടക്കത്തിൽ കുറച്ച് സമയം മതി. ഞാനിത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദിവസം ഒരു 5 മിനിറ്റ് ആദ്യം തുടങ്ങുക, പക്ഷെ അത് മുടങ്ങാതെ ചെയ്യുക കേട്ടോ. സ്ഥിരതയാണ് ഇവിടെ പ്രധാനം. നിങ്ങളുടെ പഴയ വ്യക്തിത്വത്തെ മായ്ച്ചു കളയുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു പുതിയ വ്യക്തിയായിട്ട് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന സ്ഥലം. ഒരു ശില്പിക്കല്ലിൽ നിന്ന് പുതിയൊരു രൂപം കൊത്തിയെടുക്കുന്നത് പോലെ ആയിരിക്കും. ഇനി നമ്മുടെ ഉള്ളിലെ ലോകം റീസെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയാണ് അടുത്ത പ്രധാന പടി. എല്ലാം ഇതിനകം സംഭവിച്ചു എന്ന് കരുതി പ്രവർത്തിക്കാൻ തുടങ്ങുക. ഇതാണ് നെവിൽ ഗോഡാർഡ് എന്ന മഹത്തായ ചിന്തകൻ പറഞ്ഞ അവസാനത്തിൽ ജീവിക്കുക എന്ന തത്വം. ഞാനത് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് വെറുതെ നടിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകം ലഭിച്ചുവെന്ന് കൃത്യമായിട്ട് അറിയുക എന്നതാണ്. ഒരു ഉറച്ച വിശ്വാസം. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകം ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കും? നിങ്ങൾ എങ്ങനെ സംസാരിക്കും? ഒരു മുറിയിലേക്ക് എങ്ങനെ കടന്നു ചെല്ലും? എന്ത് തീരുമാനങ്ങളായിരിക്കും നിങ്ങൾ ആ സമയം എടുക്കുക? നിങ്ങളുടെ വിജയം ഉറപ്പാണെന്ന് നിങ്ങൾക്ക് 100% അറിയാമായിരുന്നുവെങ്കിൽ ആ ആഴ്ചത്തെ ഫലങ്ങളെക്കുറിച്ച് നിങ്ങൾ പരിഭ്രാന്തരാകുമോ? തീർച്ചയായും ഇല്ലല്ലോ. നിങ്ങൾ ശാന്തമായിരിക്കും അല്ലേ? എല്ലാം അതിൻ്റെ വഴിക്ക് സംഭവിക്കാൻ അനുവദിക്കും അല്ലേ? നിങ്ങൾ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പുറമേ ഉള്ള കാര്യങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തും. പകരം എല്ലാം ഇതിനകം നിങ്ങളുടേതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് നിങ്ങൾക്ക് ചുറ്റും ഒരു പുതിയ ഊർജ്ജമണ്ഡലം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ അതേ ഫ്രീക്വൻസിയുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്ന്. റേഡിയോയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ട് കേൾക്കാൻ ശരിയായ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുന്നത് പോലെ പ്രപഞ്ചം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുകയല്ല ചെയ്യുന്നത്. അത് നിങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് തിരികെ നൽകുന്നു. നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി പൂർണ്ണമായിട്ടും യോജിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് യാന്ത്രികമായിട്ട് സംഭവിക്കും. അതിനൊരു പ്രത്യേക പരിശ്രമവും വേണ്ടി വരില്ല. ഇവിടെ ഒരു കുറുക്ക് വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റിയതിനെ സൂചിപ്പിക്കുന്ന ഒരു രംഗം മനസ്സിൽ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ബാങ്കിൽ നിന്നൊരു വലിയ തുക അക്കൗണ്ടിൽ വന്നതായിട്ട് കാണിക്കുന്ന നോട്ടിഫിക്കേഷൻ.
അല്ലെങ്കിൽ നിങ്ങളുടെ വിരലിൽ ഒരു വിവാഹമോതിരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച എന്തെങ്കിലും അഭിനന്ദന സന്ദേശം, ഇങ്ങനെയുള്ള എന്തും ആ രംഗം നിങ്ങളുടെ മനസ്സിൽ എല്ലാ ദിവസവും വീണ്ടും വീണ്ടും കാണുക. അത് ശരിക്കും അനുഭവിക്കുക, അത് നിങ്ങളുടേതാണെന്ന് ഉൾക്കൊള്ളുക. എന്നിട്ട് അത് ഇതിനകം സംഭവിച്ചുവെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ദിവസത്തിലെ കാര്യങ്ങൾ ചെയ്യുക. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ, ഈ കാത്തിരിപ്പ് എന്നതൊരു കെണിയാണ്. നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ചിന്തിക്കുന്ന നിമിഷം നിങ്ങൾ അവസാനത്തിൽ നിന്ന് മാറി ഇല്ലാത്ത അവസ്ഥയിലേക്ക് തിരിയുകയാണ്. അറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന ചിന്തയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം നേടിയെടുത്ത ആ വ്യക്തിയായിട്ട് മാറാൻ ഉപയോഗിക്കുക. അവർ വായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക, അവർക്ക് ഇഷ്ടമുള്ള സംഗീതം കേൾക്കുക, അവർ അവരുടെ സ്ഥലം എങ്ങനെയാണോ ചിട്ടപ്പെടുത്തുന്നത് അതുപോലെ നിങ്ങളുടെ സ്ഥലവും ചിട്ടപ്പെടുത്തുക. അതായത് നിങ്ങൾ ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യുക. ആ പുതിയ ആ ഒരു പതിപ്പ് നിങ്ങളോട് എങ്ങനെ സംസാരിക്കുമോ അതുപോലെ നിങ്ങളോട് നിങ്ങൾ തന്നെ സംസാരിക്കുക. നിങ്ങൾ കാത്തിരിക്കുകയല്ല, നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യവുമായി അലൈൻ ചെയ്യുകയാണ്. നിങ്ങൾ ആ ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അക്ഷമ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവസ്ഥ മാറ്റാനുള്ള ഒരു സൂചനയാണ്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പിന്തുടരേണ്ട ആവശ്യമില്ല, അതിനനുസരിച്ച് സ്വയം ക്രമീകരിക്കുകയാണ് വേണ്ടത്. നന്ദിയുള്ളവരും ശാന്തരുമായിട്ടിരിക്കുക. ഇന്നെല്ലാം ഇതിനകം സംഭവിച്ചുവെന്ന് കരുതി ജീവിക്കുക. അതാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ മനോഹരമായ സത്യം. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൂടുതൽ കഷ്ടപ്പെട്ട് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരു പുതിയ വ്യക്തിത്വമാണ്. പഴയ വിശ്വാസങ്ങളിലും പഴയ കഥകളിലും പഴയ സംശയങ്ങളിലും അടിമപ്പെടാത്ത ഒരു പുതിയ വ്യക്തിത്വം. ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഓർമ്മകളെ പൂർണ്ണമായിട്ടും മായ്ച്ചു കളയുക. നിങ്ങളുടെ പഴയ പതിപ്പിൻ്റെതായിരുന്നതും ഇനി നിങ്ങൾക്കൊട്ടും ആവശ്യമില്ലാത്തതുമായ പാറ്റേണുകൾ ഇല്ലാതാക്കുക. അവയെല്ലാം കാലഹരണപ്പെട്ടു. നിങ്ങൾ ഒരു മെച്ചപ്പെട്ട ജീവിതം തേടി ഇവിടെ വന്നതല്ല. നിങ്ങൾ ഇവിടെ ഉള്ളത് സൃഷ്ടിക്കാനുള്ള ശക്തി എപ്പോഴും നിങ്ങളുടേതായിരുന്നു എന്ന് ഓർക്കാൻ വേണ്ടിയാണ്. ആ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. പഴയ ചിന്തകളെയും പ്രോഗ്രാമിനെയും തകർത്തെറിയുക. നിങ്ങളുടെ പരിമിതികളെ ഇല്ലാതാക്കുക. അനാവശ്യമായ ശബ്ദങ്ങളെയും ചിന്തകളെയും ഇല്ലാതാക്കുക. ശ്രദ്ധയോടെ ധ്യാനിക്കുക. എല്ലാം ഇതിനകം സംഭവിച്ചു എന്ന് കരുതി ജീവിക്കുക. ലോകം നിങ്ങളോട് കാത്തിരിക്കാൻ നിർബന്ധിക്കുമ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയായിട്ട് മാറാൻ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ് നിങ്ങൾ എന്തും യാഥാർത്ഥ്യമാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്നും നിങ്ങളുടെ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്